ഇറങ്ങ. നീ കണ്ടിട്ടില്ലല്ലോ വീട്? വേണോ? ശല്യമായി തോന്നായിരിക്കും. ചുമ്മാ വാന്നേ. അല്ല, എവിടെ പോയി? വീട് പൂട്ടിയിരിക്കണു. അറിയില്ല. ഓഫീസിൽ അല്ലെങ്കിൽ സൈറ്റിൽ എവിടെങ്കിലും. നീ അവിടെ എത്തിയിട്ടില്ല. തരൻ സാറ് പറഞ്ഞിട്ടാ ഞാൻ വരണേ. ഇവിടെ ഒന്ന് നോക്കാൻ. കാലത്ത് സാറിനെ വിളിച്ച് പറഞ്ഞു അത്രേ, ഒരിടം വരെ പോവാണ്, എന്നാ തിരിച്ചെത്താന്ന് പിന്നെ വിളിച്ചു പറയാന്ന്. പിന്നെ സാറ് ഫോൺ ചെയ്തപ്പോ ഇവിടെ ആരും എടുക്കണില്ല. അപ്പൊ കുട്ടിക്ക് അറിയില്ല? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ചിലപ്പോ എങ്ങനെയൊക്കെ അയാളുടെ സ്വഭാവം. എന്തു പറ്റി മോളെ? ഒന്നും പറയാതെ പോയി. എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. എന്തിനാ ഹസൻ ഭായി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്നെ വെറുതെ വേദനിപ്പിക്കാനോ? എവിടെ പോകാനാ? ഇനി വരും. ചിലപ്പോ ഒന്ന് പറ്റിക്കാൻ ചെയ്തതാവും. അറിയില്ലേ സ്വഭാവം? പഴയ പോലെ അല്ല ഹസൻ ഭായി. എനിക്ക് പേടിയാവുന്നു. അറിയിക്കുന്നതിലേറെ കയ്യിൽ കിട്ടിയ നിമിഷം തൊട്ട് ഉള്ളിലൊരു പെടച്ചിൽ പോലെ. സമാധാനായിട്ടിരിക്കെ. എപ്പ വന്നാലും കയ്യോടെ ഞാനങ്ങ് പിടിച്ചോണ്ടിരാം. പോരെ? കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഞാൻ പോട്ടെ. Nanta. തെറ്റായി പോയി. കളി കൂടിപ്പോയി, അറിയാം. അമ്മ വിളിച്ചു, ഉടനെ ചെല്ലാൻ പറഞ്ഞു. തിരിച്ചു വരുമ്പോ അമ്മയെ കൂടെ കൊണ്ടുവന്ന് തന്നെ അത്ഭുതപ്പെടുത്തണമെന്ന് കരുതിയതാ. വയ്യ അമ്മയ്ക്ക്, ഇല്ലെങ്കിൽ വന്നേനെ. പക്ഷെ വേറൊന്നുണ്ട്, തന്നെ കാണിക്കാൻ കൊണ്ടുവന്ന. കണ്ടേ? എഴുന്നേക്ക്. കമാ എഴുന്നേക്ക്. ഇതാണ് നന്ദ പോകാൻ കൊതിക്കുന്ന പട്ടാമ്പിയിലെ വീട്, കാളൂർ തറവാട്. ഇനി കാണാൻ പോകുന്നതാണ് കാളൂർ തറവാട്ടിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇത് വല്യമ്മാവൻ, കാളൂർ ശങ്കുണ്ണി മേനോൻ, ലയൺ ഓഫ് ദ ഹൗസ്. വലിയ പണ്ഡിതനാണ്, സാൻസ്ക്രിറ്റ് ഒക്കെ വെള്ളം പോലെ. പിന്നെ വിഷ ചികിത്സയിൽ ഒരു മാസ്റ്ററാണ്. വിവാഹം കഴിച്ചിട്ടില്ല, മറന്നുപോയി. ഇത് ചെറിയമ്മ, 24 മണിക്കൂറും ജോലിയാണ്. വെറുതെ ഇരിക്കാൻ പറഞ്ഞ കേൾക്കുകയില്ല, പാവം. ഇത് ഭദ്ര. ആരാന്ന് ചോദിച്ചാൽ ആരോരും ഇല്ലാത്ത ഒരു കുട്ടി. 10 വയസ്സോ മറ്റോ ഉള്ളപ്പോ കാര്യസ്ഥൻ നാണു നായർ വീട്ടിൽ കൊണ്ടുവന്നാക്കി.
ഇപ്പൊ ഭദ്ര വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. ഷീസ് ബ്യൂട്ടിഫുൾ. ഏയ് എന്റെ അനിയത്തിയെ പോലെ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ആ, ഇത് ജാനകി അമ്മ, എന്റെ പുന്നാര അമ്മ. അമ്മ. ഇത് മുത്തശ്ശി. നിന്നെ എത്രയും വേഗം കൊണ്ട് ചെല്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. മൈ ഗോഡ്, ഉം. എന്തത് ഇങ്ങനെ ഒരു വേഷത്തില്? റോമിൽ ചെന്ന റോമാക്കാരനെ പോലെ, പട്ടാമ്പി ചെന്ന പട്ടാമ്പിക്കാരനെ പോലെ. എന്തൊരു ചേഞ്ചാ. മുടിയിലൊക്കെ എണ്ണ തേച്ചിട്ട്. അമ്മ വന്ന് എണ്ണ തലയിൽ പൊത്തും, എന്നിട്ട് കുളത്തിലേക്ക് ഓടിക്കും. എന്താ ചെയ്യാ? എന്തായാലും എനിക്ക് ഇഷ്ടായി ഈ ഇഷ്ടായോ? അപ്പിയറൻസ്. ഇഷ്ടായ? ഉം. ഒത്തിരി ഇഷ്ടായ? കൊള്ളാം. ഏയ്. ഭായിയും ബഹനവും ആൻഡ് ഫ്രണ്ട്സ്. മലയാളത്തിൽ മതിയേ. ഇനി ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ കുട്ടികളുടെ കല്യാണ നിശ്ചയം അറിയിക്കുകയാണ്. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് രണ്ടുപേരും അന്യോന്യം അണിയിക്കുക. നരേന്ദ്ര, പാർട്ടി വേണം അല്ലേ ഡോക്ടറെ? ആദ്യം നമ്മൾ ഇവർക്ക് പാർട്ടി കൊടുക്കണം. അതെന്റെ വക. Excuse me. ദേ, രണ്ടും കൂടി മുങ്ങിയാക്കല്ലേ, റിംഗ് എക്സ്ചേഞ്ചേ കഴിഞ്ഞിട്ടുള്ളൂ. വന്നത്. ഏയ്, എന്താ മോളെ? നരൻ, നാളെ നമുക്ക് ഡാഡി കാണാൻ പോണം. അനുഗ്രഹം വാങ്ങണം. ഷുവർ ഷുവർ. ഡാഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയില്ല നരൻ. അവിടെയാണ് മമ്മി ഉറങ്ങുന്നത്. മമ്മിയെ ദഹിപ്പിക്കാൻ ഡാഡി സമ്മതിച്ചില്ല. എന്നും അടുത്ത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു. അന്നു മുതൽ ഈ ചെയറുമിട്ട് ഇവിടെ തന്നെ ഇരിക്കാം, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന്. എന്റെ ഡാഡി. അല്ല, ഡാഡിയുടെ ഒരു ഓർമ്മ. ഇപ്പൊ അത്രേ ഉള്ളൂ. ചെല്ലു. ഡാഡി, നന്ദ,
പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങ. ഒന്നും ഓർക്കണ്ട, ഞാനുണ്ടല്ല ഷെയർ ചെയ്യാൻ. ഡാഡിയെ നമ്മൾ മാറ്റിയെടുക്കും. പഴയ ഡാഡിയെ നന്ദയ്ക്ക് തിരിച്ചു കിട്ടാൻ പോവാ. ഞാനല്ലേ പറയുന്നത്. ചെല്ലേ, ഗുഡ് നൈറ്റ്. ഐ നോ. നരൻ, എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒന്നില്ല. നോക്കട്ടെ. ഒന്നില്ലാന്നേ. നന്ദ തരുന്ന നല്ല. ഏയ്. ഏയ് നന്ദ, അയ്യോ. പട്ടാമ്പിയിൽ വിവരം അറിയിച്ചു. ഇനി വൈകാതെ ബോർഡിങ് കൊണ്ട് തിരിക്കുകയല്ലേ? നന്ദ, ബോധം തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും വേണം അവിടെ. എനിക്കിത് അവളോട് പറയാൻ കഴിയില്ല. രഘുപതി, ബോഡിയുടെ കൂടെ താൻ പോയില്ലേ? നന്ദയ്ക്ക് കാണണമെന്ന് പറഞ്ഞാൽ അവിടെ അമ്മയടക്കം എല്ലാരും കാത്തിരിക്കല്ലേ? വൈകിക്കണ്ട, കൊണ്ടുപോവാ.
നരൻ ഹസൻ ഭായ് നരനൊന്നും പറ്റിയിട്ടില്ലല്ലോ? എന്താ ഒന്നും മിണ്ടാത്ത? എവിടെ എവിടെ എന്റെ നരൻ? ഹസൻ ഭായ്, വിമല, എന്റെ നരൻ എവിടെ? ഹസൻ ഭായ് പോയി മോളെ, ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോയി. എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് നന്നെ കാണണം. നരൻ എന്നെ വിട്ട് പോവില്ല. കള്ളമാണ്. എനിക്ക് നന്നെ കാണണം. നന്നെ, നന്ദ, എനിക്ക് കാണണം. എനിക്ക് കാണണം. നരൻ എന്നെ വിട്ട് പോവില്ല. എന്നെ വിട്ട് പോവില്ല. ഒരു വണ്ടി അറേഞ്ച് ചെയ്യ്. ഇവളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഒന്ന് കണ്ടോട്ടെ അവസാനമായി. വരൂ. കഴിഞ്ഞു. സന്ധ്യ വരെ കാത്തു. അവരെ കൊണ്ടിരുത്തു. ആ വരൂ, പത്തായപ്പേരിലിരിക്കാം. വരൂ. ചെല്ലേ. ഹസൻ ഭായി വയ്യ, തളർന്നു പോയിരിക്കുന്നു. ഞാൻ നിർബന്ധിച്ചു വരണ്ടാന്ന്. തിരിച്ചുപോക്ക് നാളെ ആവാം, രാവിലെ. ഇന്ന് ഏതായാലും നന്ദയം കൊണ്ട്. അതെ, അത് വേണ്ട.